അപ്പൊ ഇന്ന് നമ്മുടെ ഡേ 4 ഓഫ് വിന്റർ സീരീസ് ആണ്. ഇന്ന് മഞ്ഞൊന്നുമില്ല, പക്ഷെ ഇന്ന് സായി സ്കൂളിൽ പോയിട്ടില്ല. അല്ലേ സായി? ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, ഇന്ന് വെനസ്ഡേ ആണ്. എന്നാലും ഇന്ന് സായിക്കൊരു പെൻഡിങ് വാക്സിനേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഇവിടങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വാക്സിൻ അവർ November 18th ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനുള്ളിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിള്ളേരെ സ്കൂളിൽ നിന്ന് കുറച്ച് ദിവസം സസ്പെൻഡ് ചെയ്ത് നിർത്തും. പിന്നെ നമ്മൾ എടുത്തതിന് ശേഷം സ്കൂളിൽ കയറിയാൽ മതി, അങ്ങനെ പറയും. ഇവിടെ അങ്ങനെയാണ്. നമ്മൾ 10:30 ആയിരുന്നു അപ്പോയിൻമെൻറ്റ്, പക്ഷേ നമ്മുടെ ടേൺ ആയപ്പോൾ ഒരു 10:45 ഒക്കെ ആയി. അപ്പോൾ നമ്മൾ വാക്സിനേഷനൊക്കെ എടുത്തതിന് ശേഷം ഒരു ടിംസിൻ്റെ ഫ്രണ്ട്സ് പാനലിലെ കോഫിയൊക്കെ വാങ്ങിച്ച്, നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ ഫ്ലേവർ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ലൈബ്രറി ഉണ്ട് കേട്ടോ. അപ്പം അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടെൻഡർ സ്വിച്ചോ നിൻഡോ സ്വിച്ചോ അങ്ങനെ ഒരു ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. അപ്പം എനിക്ക് ലൈബ്രറിയിൽ പോകണമെന്ന് മോൻ പറഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു പെൻഡിങ് ഒരു ബുക്ക് അവിടെ വന്ന് കിടക്കുന്നുണ്ട്, എടുക്കാമെന്നുള്ള ഒരു ഇതിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ ലൈബ്രറിയിൽ പോയി. അപ്പം ഇന്ന് ഹാഫ് ഡേ ആണ് സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം മാമിനോട് ഞാൻ ഫുൾ ഡേ ആക്കി വിളിച്ച് പറഞ്ഞു. ഇന്ന് അവന് കൈയൊക്കെ ചെറുതായി വെറുതെ ആണ് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടുത്ത ലൈബ്രറിയിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ലൈബ്രറിയിൽ ധാരാളം ഇങ്ങനെ നല്ല, ഇവിടുത്തെ ലൈബ്രറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല വൈബാണ്. അതുപോലെ തന്നെ എല്ലാ ജോണറിലുള്ള ഫിക്ഷൻ, കിഡ്സിന് സെക്ഷൻ, അതുപോലെ തന്നെ നമുക്ക് വർക്കിംഗ് ആൾക്കാരാണെങ്കിൽ ഫ്രീ വൈഫൈ, അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ബുക്സൊക്കെ സായിക്ക് എടുത്തു. അവനിപ്പം ചെറുതായിട്ട് റീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബുക്സൊക്കെ ഞാൻ സായിക്ക് എടുത്തു. പിന്നെ എനിക്ക് ഒരു ബുക്ക് ഞാൻ വന്ന് കിടക്കുന്നുണ്ട്, അതും എടുത്തതുകൊണ്ട്. മോൻ അവിടെ ഗെയിമിങ് ഇതൊക്കെ അവിടെ കളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. മോൻ അവിടെ ഇരുന്ന് ഗെയിം കളിക്കുകയാണ്. അപ്പോൾ ഈ ബുക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാനിവിടെ അതായത് ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതിപ്പം എത്രയോ ദിവസത്തിൽ അവർ ഹോൾഡ് ചെയ്യും, അതിനുശേഷം അത് തിരിച്ചു വിടും. അപ്പോൾ അതിന് മുമ്പ് നമ്മളത് പോയി എടുക്കണം. November 18th ലാസ്റ്റ് ഡേറ്റ്. അപ്പം നമ്മൾ ബുക്ക് പോയി എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത ഒരു ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട് ഉണ്ട്. അവിടെ കുറച്ച് സെയിലൊക്കെ ഇട്ടിട്ടുണ്ട് November 15th or 14th വരെ. അപ്പം നമ്മൾ അവിടെയൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ജസ്റ്റ് നോക്കിയുള്ളൂ കേട്ടോ. ഇതൊക്കെ ഞാൻ എടുത്തത് വന്നിട്ട് ഈ ന്യൂട്രിജിനയുടെ, ഇത് ഞാൻ ജസ്റ്റ് വില നോക്കിയതാണ്. ഇത് മോയ്സ്ചറൈസറാണ് ന്യൂട്രിജിനയുടെ, $49. അതുകൊണ്ട് ഞാൻ തിരിച്ച് അവിടെ തന്നെ വെച്ചു അത്. പക്ഷെ ഞാൻ ഇത് എടുത്തു കേട്ടോ, ന്യൂട്രിജിനയുടെ ഈ ക്ലെൻസറും അതുപോലെ തന്നെ ന്യൂട്രിജിനയുടെ ഈ ഒരു മോയ്സ്ചറൈസർ. പിന്നെ നമ്മളവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അവിടെ ഇങ്ങനെ വല്ലാതെ കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങി കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഭയങ്കരമായിട്ട് കാറ്റൊക്കെ അടിച്ച്. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ യൂബറിൽ തന്നെ വീട്ടിലേക്ക് പോയി കേട്ടോ. ബസ് നമ്മളൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ ബസ് വരുന്നുണ്ടായിരുന്നില്ല. കണ്ടോ, ഇവിടെയും ഇങ്ങനത്തെ ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ടെന്ന് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മളത് വെയിറ്റ് ചെയ്യാതെ നമ്മളൊരു യൂബർ വിളിച്ചു. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഞാനും ഓർത്തു മോന് വാക്സിനൊക്കെ കഴിഞ്ഞല്ലേ, ഈ തണുപ്പത്ത് അധിക സമയം നിർത്തണ്ട എന്നുള്ള ഒരു ഇതിൽ ഞങ്ങളൊരു യൂബർ വിളിച്ചിട്ട് പയ്യെ വീട്ടിലേക്ക് പോവുകയാണ്. മോനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയി കേട്ടോ. ഈ ഇങ്ങനെ കാറ്റടിച്ചിട്ട് ഒരു ടൊർണാഡോ പോലെ ഉണ്ടെന്ന് അവൻ പറയുന്നത് കേട്ടോ. നാട്ടിലുള്ള കാലാവസ്ഥ പോലെയൊന്നും അല്ല കേട്ടോ, ഇവിടെ നല്ല വ്യത്യാസമുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം വെയിലടിക്കുക, പെട്ടെന്ന് ഒരു ദിവസം മഴയടിക്കുക, പിന്നെ പെട്ടെന്ന് ഒരു ദിവസം മഞ്ഞ്, അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ മെല്ലെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ മഴ, നമ്മൾ കറക്റ്റ് നമ്മുടെ യൂബർ വന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മഴയായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കാറ്റടിച്ചത് മഴ പെയ്യാനായിട്ടായിരുന്നിരിക്കണം. അപ്പോൾ ഇത് സായി വരാറുള്ള പാർക്കാണ്. അപ്പോൾ നമ്മൾ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു മാസമായി നമ്മൾ പാർക്കിൽ വരാറില്ല. അപ്പം മോനതൊക്കെ കണ്ട് അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മെല്ലെ വരികയാണ്. പാർക്കൊക്കെ കണ്ടിട്ട് കണ്ടോ, ഇങ്ങനെ സ്പ്രിങ്ങും അതുപോലെ തന്നെ സ്നോവും ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.